പൊതുപ്രവർത്തകനായ ദിജോ കാപ്പൻ നൽകിയ ഹർജിയിൽ ഫെബ്രുവരി 21-നാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മഞ്ജുള ചെല്ലൂർ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കാനുള്ള ഉത്തരവിട്ടത്. ദേശീയപാത കയ്യേറി സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാ കടകളും പൊളിച്ചു നീക്കണമെന്നാണ് ഉത്തരവ്. തിരുവനന്തപുരം നഗരത്തിൽ മാത്രം ഇത്തരത്തിലുള്ള 800ഓളം തട്ടുകടകളും നിരവധി പുസ്തകക്കടകളുമുണ്ട്. വഴിയോരങ്ങളിലെ ഹോർഡിംഗ്സുകളും പൊളിച്ചുമാറ്റാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരും ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരും കൂടി ചേർന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. 3-4 സ്ക്വാഡുകളായിട്ട് തന്നെയാണ് ഇത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് ഇപ്പം ഇലക്ട്രിസിറ്റി ബോർഡിലും വാട്ടർ അതോറിറ്റിക്കും ഇതുപോലെ റോഡ് സൈഡിൽ നിൽക്കുന്നതായിട്ടുള്ള തട്ടുകടകൾ, വെട്ടിക്കടകൾ, അതുപോലെ ബൂത്തുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടെമ്പററി ആയിട്ട് ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ കണക്ഷനൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. ഉത്തരവ് നടപ്പാക്കേണ്ട ചുമതല ചീഫ് സെക്രട്ടറിക്കാണ്. കടകൾ പൊളിച്ചു നീക്കേണ്ട ചുമതല ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും. പോലീസ്, റവന്യൂ, PWD, കോർപ്പറേഷൻ, റോഡ് ഫണ്ട് ബോർഡ്, ഭക്ഷ്യസുരക്ഷാ വിഭാഗം തുടങ്ങിയ വകുപ്പുകളുടെ ഏകോപനത്തോടെയായിരിക്കും നടപടി. അതേസമയം തങ്ങൾക്ക് മറ്റൊരു ജോലിയോ പുനരധിവാസമോ നൽകണമെന്നാണ് വഴിയോര കച്ചവടക്കാരുടെ ആവശ്യം. ഞങ്ങൾ ഇവിടുന്ന് റോഡ് വികസനത്തിന് പേര് മാറ്റാൻ തയ്യാറാണ്. പക്ഷേ നമുക്ക് എവിടെയെങ്കിലും കുറച്ച് സൗകര്യം ചെയ്ത് തരണം, സ്ഥിരമായിട്ടൊരു സംവിധാനം ചെയ്ത് തരണം നമ്മൾ പറയണം. നമ്മൾ മാറ്റുന്നതിന് ഞങ്ങൾ എതിരല്ല. ഇത് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇത് വന്നാൽ നമുക്ക് ജോലിയില്ല, ഒന്നുമില്ല. ഇത് വെച്ചാണ് ഒരുപാട് പേര് ജീവിക്കുന്നത് വെച്ചാൽ. അപ്പോൾ നമുക്കൊരു ജോലി തരാൻ പറ, അല്ലെങ്കിൽ മനസ്സിലായി കളക്ടറോ ആരായാലും നമുക്കൊരു ജോലി തരാൻ പറഞ്ഞാൽ. ഏറെ ഉപകാരപ്രദമായ വഴിയോര പുസ്തകശാലകൾ പൊളിച്ചു നീക്കാനുള്ള തീരുമാനം വിദ്യാർത്ഥികൾക്കും പുസ്തകപ്രേമികൾക്കുമിടയിൽ പ്രതിഷേധമുയർത്തിയിട്ടുണ്ട്. മീഡിയ 1